morning all of you. അപ്പോൾ ടീച്ചറിന് എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ച മാത്സിന്റെ ചാപ്റ്ററിന്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് കാര്യമാണ് കേട്ടോ. ഇനി നമ്മൾ എന്താണുള്ളത് HCFും LCMും. HCFും LCMും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതിന് നമുക്ക് വിഷയം നമ്മൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, അതൊന്നുകൂടെ പഠിക്കാൻ പോകുവാന്ന് വിചാരിച്ചാൽ മതി. അപ്പം HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടറും LCM എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിളും എന്ന് പറയുമ്പോൾ തന്നെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളും ആവും. അതായത് ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ ആണ് LCM. HCF എന്ന് പറഞ്ഞാൽ എന്താണ്, ഹയസ്റ്റ്, അതായത് ഏറ്റവും വലിയ ഫാക്ടർ. നമുക്ക് ഫാക്ടർ കണ്ടുപിടിക്കുന്നതും അതുപോലെ കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കുന്നതും ഒക്കെ നമ്മൾ പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. അപ്പൊ HCF കണ്ടുപിടിക്കുന്നത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് അല്ലേ? രണ്ട് നമ്പേഴ്സ് തരുമ്പോൾ അതിനകത്തുള്ള ഏറ്റവും വലിയ കോമൺ ഫാക്ടർ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് HCF കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പൊ HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. തന്നിട്ടുള്ള രണ്ട് നമ്പേഴ്സിന്റെ കോമൺ ആയിട്ടുള്ള ഫാക്ടർ. എങ്ങനെ കോമൺ ആയിട്ടുള്ള ഫാക്ടർ? ഹയസ്റ്റ്, ഏറ്റവും വലിയ കോമൺ ഫാക്ടർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് HCFിലൂടെ പറയുന്നത്. അപ്പോൾ നോക്കിയേ, ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, പേജ് നമ്പർ 167. The highest common factor of two or more numbers is called the HCF of the number. So underline ചെയ്യുക ഒരു sentence. The highest common factor of two or more numbers is called the HCF of the numbers. It is also called the greatest common divisor. അല്ലേ? HCFനെ തന്നെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്താണ്? ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് നമ്മൾ എന്തിനെ പറയുന്നു? HCFനെ പറയുന്നു. HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്നുള്ളതാണ്. അതിന്റെ മറ്റൊരു പേരാണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പൊ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആ രണ്ട് സെന്റൻസും ടീച്ചർ ഇപ്പൊ പറഞ്ഞ രണ്ട് സെന്റൻസും നിങ്ങളൊന്നും അണ്ടർലൈൻ ചെയ്യുക. അതിന് ചിലപ്പോൾ ട്രൂ ഓർ ഫാൾസ് ആയിട്ടോ അല്ലെങ്കിൽ ഫില്ലപ്പ് ആയിട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിക്കാം. അപ്പൊ നിങ്ങളുടെ അവിടെ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. ഫൈൻഡ് ദ HCF ഓഫ് 25 and 50. നോക്കിയേ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്തിട്ട് HCF ബ്രാക്കറ്റിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്നുള്ളത് ഹെഡിങ് ആയിട്ട് എഴുതുക. എന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, ഒന്നാമത്തെ നമ്പർ ഇട്ടിട്ട് ആ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ HCF ഓഫ് 25 and 50 എന്നുള്ളത് ക്വസ്റ്റ്യൻ എഴുതുക. ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതുപോലെ തന്നെ എഴുതുക. ഫൈൻഡ് HCF ഓഫ് 25 and 50. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് തന്നിട്ടുള്ള രണ്ടെണ്ണം 25ഉം 50 എന്നുള്ളത് ഇങ്ങോട്ട് എടുത്ത് HCF കണ്ടുപിടിക്കാൻ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ പറയാം ഈ 25 50 എന്നുള്ളത് ഏതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലായിരിക്കും വരുന്നത്? 5 ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ വരുമ്പോഴേ നമുക്കറിയാം 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനകത്തായിരിക്കും വരുന്നത് അല്ലേ? അപ്പൊ നമുക്കിതിനെ ഇങ്ങനെയുള്ളൊരു ഇങ്ങനെ വരയ്ക്കണം കണ്ടോ. നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ അത് ഇങ്ങനെയല്ലേ വരയ്ക്കാറുള്ളത്. ഇപ്പൊ 25 എങ്ങനെയാണ് ഇങ്ങനെയല്ലേ. അപ്പൊ അത് താഴോട്ട് തിരിച്ച് വരയ്ക്കണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെയായിട്ട് 5 എഴുതുക. 5 കൊണ്ട് നമ്മൾ 25നെയും 50നെയും ചെറുതാക്കി പോവുകയാണ്. ഫാക്ടർ ആയി ഡിവൈഡ് ചെയ്യുന്നതിന്റെ ഒരു മോഡൽ തന്നെ. 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 25 എന്നുള്ളത് എത്ര വട്ടമാണ്? 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ചെയ്ത് നോക്കിയേ. 5 5s are 25. 5 into 5 ആണ് എന്ന് പറയുന്നത് 25 അല്ലേ? അപ്പം 5 into 5 5 5s are 25. Then 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 50 എത്ര വട്ടമാണ്? 5 into 10 ആണ് എന്ത് 50 അല്ലേ? അപ്പോൾ 5 into 10. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പം ഈ 25നെയും 50നെയും നമ്മൾ 5 കൊണ്ട് ചെറുതാക്കി 5 എന്ന് 10 എന്ന് ആക്കി മാറ്റി. 25നെ 5 കൊണ്ട് വീണ്ടും 5 into 5 അല്ലേ 25. Then 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 50 10 into 5 ആണ് 50. ഇനി നമ്മൾ ഇതിനെ ഒന്നുകൂടെ ചെറുതാക്കാം. വീണ്ടും നമുക്ക് ഇത് നോക്കുമ്പോൾ എന്താ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വച്ചു അല്ലയോ? പറ്റില്ല. 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 2ഉം വച്ചു അല്ലേ? 5 കൊണ്ട് തന്നെ നോക്കുമ്പോൾ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 5 എത്ര വട്ടമാണ്? 5 into 1 equal to 5 അല്ലേ? അപ്പോൾ 1 വന്നു. 5
അല്ലേ? ശരിയല്ലേ? അപ്പൊ നമ്മള് ഈ 5 കൊണ്ട് ഈ 5നെയും 10നെയും ചെറുതാക്കി വീണ്ടും അല്ലേ? ഇനി നോക്കുക, ഇനിയുള്ളത് 1 ഉം 2 ആണ്. ഈ 1 ഉം 2 എന്നുള്ളത് ഏതെങ്കിലും ഒരു കോമൺ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നുണ്ടോ? 1 into 1 1 ഓക്കെ, അത് പോട്ടെ, കുഴപ്പമില്ല അല്ലേ? നമുക്ക് ഇതിലേക്ക് ഒന്നുകൂടെ ചെറുതാക്കാൻ പറ്റും. എങ്ങനെയാ? 1 ഉണ്ട് നോക്കുകയാണെങ്കിൽ 1 into 1 then 2 into വീണ്ടും ഇങ്ങനെ പോത്തേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിന് ഇതിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെറുതാക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഇതിവിടെ വെച്ച് നിർത്തുക. ഓക്കെ, ഇവിടെ വെച്ച് നിർത്തി. ഇനി നമ്മുടെ HCF ഈക്വൽ ടു നമ്മുടെ ഇവിടെയുള്ളത് ഏതൊക്കെയാണ് അത് എടുത്ത് ഗുണിക്കുക, മൾട്ടിപ്പിൾ ചെയ്യുക. ആദ്യത്തെ 5 then ഇവിടെ ഒരു 5 ഉള്ളത് 5 into 5 എത്രയാണ്? 25. സോ 25ന്റെയും 50ന്റെയും ഹൈയസ്റ്റ് അല്ലേ കോമൺ ഫാക്ടർ HCF എന്ന് പറയുന്നത് ഏതാണ്? 25. മനസ്സിലായോ? അതായത് നമ്മൾ 25 50ന്റെയും HCF കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അത് നമ്മൾ ആദ്യം എഴുതിയിട്ട് നോക്കുക ഈ 25 50യും ഏതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനകത്തായിരിക്കും കോമൺ ആയിട്ട് വരുന്നത്. നമുക്കറിയാം 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 25 വരുന്നത് 15 വരുന്നത്. അതുകൊണ്ട് 5 കൊണ്ട് തന്നെ ആദ്യം ഇതിനെ ചെറുതാക്കി. 5 കൊണ്ട് ചെറുതാക്കിയപ്പോൾ 25 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 5 ഉണ്ട് അല്ലേ? 5 into 5 ആണ് 25. then 15 എന്ന് പറഞ്ഞാൽ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കുമ്പോൾ 10. 10 into 5 ആണ് 50. അപ്പൊ അതവിടെ ചെറുതാക്കി. then വീണ്ടും ഇവിടെ 5 ഉം 10നെയും വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കുമ്പോൾ അത് 5നകത്ത് വരും. അപ്പൊ അതിനെ 5 കൊണ്ട് തന്നെ എന്ത് ചെയ്തു? ചെറുതാക്കി. 5 കൊണ്ട് നോക്കുമ്പോൾ 1 ഇവിടെ. ഇനി നമ്മൾ HCF കണ്ടുപിടിക്കുന്നത് ഇവിടെ കിടക്കുന്ന ഏതൊക്കെ നമ്പേഴ്സ് ആണ്? ഇവിടെ 5 ഉം 5 രണ്ടെണ്ണമാണ്. അത് രണ്ടും എടുത്ത് എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. 5 into 5 5 5s are 25. okay, so HCF of 25 and 50 ഇതിന് ഇങ്ങനെ എഴുതി കേട്ടോ. HCF of 25, 50 equal to 25. then അടുത്ത നിങ്ങളുടെ അവിടെ തന്നിരിക്കുന്നത് find the HCF of 16, 84 and 120 അല്ലേ? നോക്കിയേ, സെക്കൻഡ് ക്വസ്റ്റ്യൻ HCF of 16, 84 and 120 അല്ലേ? അപ്പൊ നോക്കിയേ, ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ തെറ്റിക്കാതെ ക്വസ്റ്റ്യൻ അതുപോലെ നോട്ട്ബുക്കിലോട്ട് എഴുതുക. ആൻസർ കണ്ടെത്താനല്ല പറഞ്ഞത് ടീച്ചർ ചെയ്തു തരാം. അപ്പൊ അത് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് അതുപോലെ കാണുന്നുണ്ട്. 16, 84, 120. ഇത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. 2 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെല്ലാത്തിനും ചെറുതാക്കാൻ പറ്റും അല്ലേ? 2 കൊണ്ട് തന്നെ നോക്കാം. 2 നോക്കുമ്പോൾ കഴിവത് നിങ്ങൾക്ക് HCF നിങ്ങൾക്ക് തരുമ്പോൾ നമ്മൾ ആദ്യം 2 കൊണ്ട് തന്നെ എന്ത് ചെയ്യുക? ചെറുതാക്കി പോകുക കേട്ടോ. ഈ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നത് അതായത് ഇപ്പോൾ 5 50 25 35 45 55 65 75 85 100 10 20 30 40 അങ്ങനെ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനകത്ത് വരുന്ന രണ്ടെണ്ണമാണെങ്കിൽ അതിന്റെ 5 കൊണ്ട് തന്നെ ചെറുതാക്കിയിരിക്കുക. അല്ലാതെ വരുന്നതിനെല്ലാം നമ്മൾ ഏറ്റവും ചെറിയ നമ്പേഴ്സ് കൊണ്ട് തന്നെ ചെറുതാക്കുക. അപ്പൊ 1 കൊണ്ട് നമുക്ക് ഇതിനെ ചെറുതാക്കുമ്പോൾ നമുക്കറിയാം അത് തന്നെ വരും. അപ്പൊ 1 പറഞ്ഞിട്ട് അടുത്ത നമ്പർ 2 ആണ്. അപ്പൊ 2 കൊണ്ട് തന്നെ എന്ത് ചെയ്യുക? ചെറുതാക്കി പോകാൻ നോക്കുകയല്ല അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോഴേ ആൻസർ നമുക്ക് തെറ്റാതെ കിട്ടത്തുള്ളൂ കേട്ടോ. 2 കൊണ്ട് നോക്കുകയാണ്. 60നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 3 into 2 6 0 0. അപ്പം 60നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 30 നമ്മളിവിടെ എഴുതി. then next എന്താണ്? 84 ആണല്ലേ? അപ്പൊ 84നെ 2 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. 84 divided by 2. 4 into 2 8 0 4. 2 2s are 4 0. അപ്പം 42 വന്നു. ഈ 84നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 84നെ ചെറുതാക്കി. അപ്പം 42 വന്നു. then അടുത്തത് 120 അല്ലേ? 120നെ 2 കൊണ്ട് നോക്കുക. 6 2s are 12. ഡിവൈഡ് മൈനസ് ചെയ്യുമ്പോൾ 0 0 ഈ 0 മുകളിലേക്ക്. അപ്പോൾ 120നെ 2 കൊണ്ട് ചെറുതാക്കിയപ്പോൾ 16. then ഇനി അടുത്ത് എന്ത് ചെയ്യുക? ഈ 3 വീണ്ടും ചെറുതാക്കുക അല്ലേ? അപ്പോ അതിനെ നമുക്ക് 2 കൊണ്ട് പറ്റും. 13നെ
1 0. 5 into 2 10. 15 1. Then next 42. Okay. 42 ne okay. 42 divided by 2. Another 2 into 2 4 0 2 onward 1 2. Up here 21. Then after 16. 16 and another 2 to 0 to 30 on 30 on 30 on the left. And we have done here നോക്കുക ഇവിടെ 21 വന്നു ഇവിടെ 50 വന്നു അല്ലേ ഈ 21 ന്റെ 50 ന്റെ 2 ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടോ ഉണ്ടോ 7 2s are 14 അല്ലേ then 21 ഉണ്ടോ ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക 2 ന്റെ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് അടുത്ത നോക്കുക 2 കഴിഞ്ഞ അടുത്ത 3 ആണെങ്കിൽ 3 ന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കിയിട്ട് 3 വരുന്നുണ്ടോന്ന് 3 ന്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കുമ്പോൾ 5 into 3 എത്രയാണ് 50 അത് വന്നു അല്ലേ അപ്പോൾ 3 ന്റെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 5 വെച്ചിട്ട് നമുക്ക് ഇതിനെ പറ്റും ഓക്കേ then 21 7 into 3 എത്രയാണ് 21 അപ്പോൾ 3 ന്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കുമ്പോൾ 7 21 13 10 into 3 എത്രയാണ് 30 അപ്പോൾ ഇവിടെയും വന്നല്ലോ വന്നു ഇനി നോക്കുക അടുത്തത് 5 ഉം 7 ഉം 10 ഈ 5 ഉം 7 ഉം 10 ഉം കൂടെ ഏതെങ്കിലും ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്നുണ്ടോ 5 നോക്കുമ്പോൾ 5 ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 1 into 5 5 ആണ് 7 ഇല്ല 10 ഉണ്ട് 2 into 5 എന്താണ് 10 ആണ് പക്ഷേ 7 ഇല്ല അല്ലേ അപ്പോൾ നമുക്ക് അത് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല ഇതിനെ മൂന്നിനെ ചേർത്താക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അത് ഇവിടെ വെച്ച് നിർത്താം ഒരു കാര്യം ശ്രദ്ധിക്കണം തന്നിട്ടുള്ളത് 2 നമ്പർ ആണോ ഇവിടെ 3 നമ്പർ ആണോ ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങൾക്ക് 3 നമ്പർ ഉണ്ട് 60 84 120 3 നമ്പേഴ്സ് ആണ് ഈ 3 നമ്പേഴ്സും നമ്മൾ ചെയ്യുന്ന ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉണ്ടായിരിക്കണം ഇതുപോലെ 5 ഉം 10 ഉം രണ്ടെണ്ണം ഉണ്ട് പക്ഷെ 7 ഇല്ല എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല ഈ 3 നമ്പറിൽ ഏതെങ്കിലും ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ കോമൺ ആയിട്ട് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ഇതിൽ ചേർത്താക്കാൻ പറ്റൂ ഇവിടെ 5 ഉം 10 ഉം ഉണ്ട് 7 ഇല്ല അപ്പോൾ 3 എണ്ണം ഇല്ല 2 എണ്ണമേ ഉള്ളൂ അപ്പോൾ നമുക്ക് അതിനെ വീണ്ടും ഈ 3 എണ്ണത്തിന് ഒരുപോലെ ചേർത്താക്കാൻ പറ്റില്ല അപ്പോൾ അത് അവിടെ വെച്ച് നിർത്തുക ഇനി അടുത്ത സ്റ്റെപ്പ് HCF O ഈ HCF O എന്ന് എഴുതുന്നതിന് പകരമാണ് ഈ ബ്രാക്കറ്റ് ഇട്ടേക്കുന്നത് നിങ്ങൾ അത് അങ്ങനെ എടുക്കുക HCF O ഏതൊക്കെയാണ് 16, 84, 120 ഏതൊക്കെയാണ് നോക്കി ഇവിടെ കിടക്കുന്നത് ഏതൊക്കെയാണ് 2 2 3 2 into 3 multiply 2 2s are 4 2 into 2 എത്രയാണ് 4 അല്ലേ 2 into 2 4 and 4 into 3 4 into 3 എത്രയാണ് എത്രയാണ് 12 അല്ലേ ആൻസർ HCF 16 84 and 120 equal to 12 അല്ലേ 60ന്റെയും 84ന്റെയും 120ന്റെയും ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ HCF എന്ന് പറഞ്ഞാൽ എത്രയാണ് 12 ആണ് കണ്ടോ ഒരു കാര്യം ശ്രദ്ധിക്കണം 3 നമ്പേഴ്സ് ആണ് തരുന്നതെങ്കിൽ ആ 3നും ഒരുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെറുതാക്കാൻ പറ്റണം ഏതെങ്കിലും രണ്ടെണ്ണം ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉണ്ട് ഒന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് അവിടെ വെച്ച് നിർത്താം 3 ഒരുപോലെ ഏതെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പറിലോട്ട് ചെറുതാക്കാൻ പറ്റുവാണെങ്കിൽ മാത്രമേ അത് ചെയ്യാവൂ രണ്ടെണ്ണം ഉണ്ട് പറ്റത്തുള്ളൂ ഒന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം ഓക്കെ then next question നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട് നോക്കിയേ 16 24 14 എക്സാമ്പിൾ 3 മൂന്ന് നമ്പറിന്റെ പോവാം ഈ ശരിക്കും ബോർഡിൽ നിങ്ങൾക്ക് ചെയ്തതല്ല നിങ്ങൾ ചെയ്യുന്ന പ്രോബ്ലംസ് മാത്രം എന്ത് ചെയ്യുക എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ ടെക്സ്റ്റ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ എവിടെയും കിടക്കുകയാണെന്ന് മനസ്സിലാവട്ടെ അപ്പോൾ ടീച്ചർ പഠിപ്പിച്ച് വരുന്ന ആ ഓർഡറിൽ ടീച്ചർ നോട്ട്ബുക്കിൽ പറഞ്ഞ് ഏതൊക്കെ കണക്കുകൾ ചെയ്യാൻ പറയുന്നു അതുപോലെ എക്സസൈസ് ഏതൊക്കെ ഹോംവർക്ക് ചെയ്യാൻ പറയുന്നു അതൊക്കെ മാത്രം നോട്ട് ഔട്ട് ചെയ്ത് നന്നായിട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി കേട്ടോ അതിലൊക്കെ തന്നെ ആ ഒരു പാറ്റേൺ ആ ഒരു മോഡൽ ഫോളോ ചെയ്ത് മാത്രമേ ക്വസ്റ്റ്യൻസ് വരുള്ളൂ കേട്ടോ ഫസ്റ്റ് 16 24
24. ഇത് മൂന്ന് നമുക്ക് ഒറ്റയായിട്ട് നമുക്ക് പറയാം. രണ്ടിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനകത്ത് വരും. 2 വെച്ച് 16. രണ്ടിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്ന് ചെയ്ത് നോക്കിയാലോ. എത്ര വട്ടാണ്? എത്രയാണ് നോക്കിയേ. 2 into 8. 2 8s are 16. അപ്പോൾ രണ്ടിനെ 16 കൊണ്ട് ചേർത്താക്കുമ്പോൾ 8 വരും. Then 24. 24 divided by 2. 1 into 2. Then 4. 2 into 4 and 8. Or 12 വന്നു. Then 40. 40 നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കാവുന്ന കാര്യമുള്ളൂ. പിന്നെ ഡിവൈഡ് ചെയ്യാനൊന്നും വേണ്ട. 20 into അല്ലേ 20 into 2 ആണ് എന്താ 40 അല്ലേ 20. ഓക്കെ. Then അടുത്തത് നോക്കുക 8 12 20. മൂന്നും രണ്ടിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരും അല്ലേ. അപ്പോൾ രണ്ടുകൊണ്ട് വീണ്ടും നമുക്ക് ഇതിനെ ചെറുതാക്കാം. 2നെ 8 കൊണ്ട് 8നെ 2 കൊണ്ട് ചെറുതാക്കിയേ എത്രയാണ്? 2 4s are 2 into 4. 2 4s are 8. അപ്പം ഇവിടെ 4 വന്നു. Then 12. 2 into എത്രയാണ്? 2 6s are 12 അല്ലേ. 2 into 6. 6. Then 20. 10 into 2. അപ്പോൾ അവിടെ 10 വന്നു. ഡൗട്ട് ഒന്നുമില്ലേ? ഇനി നോക്കുക 4 6 10. ഇത് മൂന്നും രണ്ടിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇനിയും പറ്റും അല്ലേ. അപ്പം വീണ്ടും എഗൈൻ 2 തന്നെ കൊണ്ട് ചെയ്യാം. 2നെ 4 കൊണ്ട് നോക്കുക അല്ലേ. എത്രയാണ്? 2 2s are 4. അപ്പോൾ 2 വീണ്ടും വന്നു. Then 6. 2 into 3. 2 3s are 6. Then next 10. 10നെ നോക്കുമ്പോൾ 2 into 5 അല്ലേ. 2 5s are 10. അടുത്ത നോക്കുമ്പോൾ 2 3 5. മൂന്നും ഏതെങ്കിലും ഒരു കോമൺ ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾസ് ആണോ? രണ്ടിന്റെ മൾട്ടിപ്പിളിനകത്ത് എന്റെ മൾട്ടിപ്ലിക്കേഷൻ 3 ഇല്ല 5 ഇല്ല. ഒന്നും പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഇതിന്റെ വെച്ച് നിർത്താം അല്ലേ. ഇനി എന്തിക്കുക HCF ഏതൊക്കെയാണ്? 16 24 40. 2 into 2 into 2 അല്ലേ. 2 into 2 into 2. 2 into 2 4. 4 into 2 4 into 2 8. The HCF 16 24 and 14 equal to 8. Okay. Then next എഴുതിട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ HCF 12, 24. രണ്ടെണ്ണം വെച്ചു. 12 24 നോക്കുക. 2 കൊണ്ട് തന്നെ പറ്റും. 2 കൊണ്ട് നോക്കുമ്പോൾ 2 into 6 ആണ് 12 അല്ലേ. 24 നമ്മൾ ചെയ്ത് 2 into 12 അല്ലേ. 2 into 12 ആണ് 24. അപ്പോൾ 12 ഉണ്ട്. വീണ്ടും 2 കൊണ്ട് തന്നെ നോക്കുക. 2 6 2 into 3 അല്ലേ. 2 3s are 6. Then 2 into 6. Okay. Then അടുത്തത് നോക്കുക. ഇത് 3ഉം 6ഉം രണ്ടിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനകത്ത് ഇല്ല. അടുത്തത് 3 ആണ്. 3 നോക്കുമ്പോൾ 3 into 1 3. Then 3 into 2. ഇവിടെ വെച്ച് നിർത്താം അല്ലേ. ഇത് ചെറുതാക്കാൻ പറ്റത്തില്ല. അപ്പം എന്താണ് HCF 12, 24 equal to 2 into 3. 2 into 3. 2 2s are 4. 4 into 3. കണ്ടോ? ഇതാണ് HCF 12, 22. എളുപ്പമാണ് ചെയ്യാനായിട്ട്. ചെറുതാക്കി ഡിവൈഡ് ചെയ്ത് ചെറുതാക്കി പോയാൽ മതി. ഇങ്ങനെയുള്ള നമ്പേഴ്സ് വരുമ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചെയ്ത് നോക്കുമ്പോൾ കിട്ടും അല്ലേ. അടുത്തത് എക്സസൈസ് 4.6 എക്സസൈസ് 4.6. അതിനകത്തെ ഫൈൻഡ് ദ HCF ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞ് കണ്ടോ. മൂന്നാമത്തത് ഫൈൻഡ് ദ HCF ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞ് കിടക്കുന്ന കണ്ടോ. അതിനകത്തെ ടീച്ചർ പറയുന്ന പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പോൾ ചെയ്യുക. ബാക്കി 2-3 ഹോംവർക്ക് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് നോക്കിയേ 3 15 നോക്കിയേ. അപ്പൊ എന്ത് ചെയ്യുക?
HCF O3,15 എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്? 3 മാത്രമാണ്. ഓക്കെ, മനസ്സിലായോ? Then next 12,18 എഴുതിയെടുക്കണേ. എല്ലാം ബോഡി ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം നമ്പർ ഇട്ട് എഴുതി പോവുക. 12,18 2 കൊണ്ട് നോക്കുക അല്ലേ? 2 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 12 എത്രയാണ്? 2 into 6 അല്ലേ? സോ 6. Then 18 എത്രയാണ്? 2 into 9. Then അടുത്ത നോക്കുക 6 ഉം 9 ഉം. 6 ഉം 9 ഉം 2 മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്നുണ്ടോ? 6 ഉണ്ട്. 2 3s are 6 ആണ്. പക്ഷെ 9 ഇല്ല അല്ലേ? 2 കഴിഞ്ഞ് 3 നോക്കുമ്പോൾ 2 ഉണ്ട്. അപ്പോൾ 3 കൊണ്ട് 6 എത്രയാണ്? 3 into 2. 3 2s are 6. Then 9 എത്രയാണ്? 3 into 3 അല്ലേ? 3 3s are 9. ഇത് നോക്കുക 2 ഉം 3 ഉം കോമൺ ആയിട്ട് ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ അതോടെ പ്രത്യേകം. Then HCF 12,18 ഇതിനകത്ത് ഏതൊക്കെയാണ്? 2 into 3. 2 3s are 6. കണ്ടോ? Then C നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. D ഹോംവർക്ക് ചെയ്യുക. E ഹോംവർക്ക് ചെയ്യുക. Then H ഹോംവർക്ക് ചെയ്യുക. H 4 എണ്ണം നിങ്ങൾ സ്വന്തമായിട്ട് ഹോംവർക്ക് ചെയ്യുക കേട്ടോ. Then ഒന്നുകൂടെ ഉണ്ട് ഐയും കൂടെ ഹോംവർക്ക് ചെയ്യണം കേട്ടോ. ഐ കൂടെ ഹോംവർക്ക് ചെയ്യുക. ഐ അപ്പം മൊത്തത്തിൽ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഹോംവർക്ക് ഉണ്ട്. Then അടുത്തത് നോക്കിയേ കെ ആണ് ടീച്ചർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. കെ ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ അത് ചെയ്തില്ല. 12 32 30 മൂന്നും 2 മൾട്ടിപ്ലിക്കേഷൻ ടേബിളോട് തന്നെ ചെയ്യാം. ഇതിപ്പോ ചെയ്യുന്നത് കെ ആണ്. കേട്ടോ, കെ ആണ് ചെയ്യുന്നത്. 2 മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 12 എത്ര തവണയാണ്? 2 into 6. Then 32 നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 32 divided by 2. 1 into 2 2 1 6 16 അല്ലേ? 32 നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 16 വന്നു. Then 36 നോക്കിയേ. 36 divided by 2. 1 into 2 difference 1 6 8 into 2 16 difference അനുസരിച്ചപ്പോൾ അപ്പോൾ 18 ആണല്ലോ. Then next വീണ്ടും നമ്മൾ ഇത് മൂന്നിനെയും ചെറുതാക്കുക. 6 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറ്റും. വീണ്ടും again 2 തന്നെ കൊണ്ട് ചെയ്യുക. 2 into എത്രയാണ്? 6. 2 into 3. 2 3s are 6. Then 2 into 16. 2 into എത്രയാണ്? 8 അല്ലേ? 2 8s are 16. Then 18. 2 into 9 അല്ലേ? 2 9s are. ഇനി നോക്കുക അടുത്ത 3 ഉം 8 ഉം 9 ഉം ആണ്. 3 ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 3 into 1 3 വരും. Then 3 into 3 3 3s are 9 വരും. പക്ഷേ 8 എന്ത് ചെയ്തില്ല? വരുന്നില്ല. അപ്പോൾ നമുക്ക് 2 എണ്ണം മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്ന് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പറഞ്ഞു 3 എണ്ണം ഒരുപോലെ ചെറുതാക്കി ആണെങ്കിൽ മാത്രമേ നമുക്കത് പറ്റൂ. 2 എണ്ണം ചെറുതാക്കി ഒന്ന് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് എന്ത് ചെയ്യുക? സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്തി. ഇനി എന്ത് ചെയ്യുക? HCF 12 32 36 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 into 2 into 4 കേട്ടോ. ഓക്കെ, അടുത്തത് ഐ ആണല്ലേ. അടുത്തത് എൽ നോക്കിയേ. എൽ 24 40 then 56. ഓക്കെ, അപ്പോൾ ആദ്യം എടുക്കുക 24 40 56.
8 into 2 അപ്പോൾ 28. then വീണ്ടും നമുക്ക് രണ്ടും കൊണ്ട് തന്നെ ചെയ്യാം അല്ലേ അപ്പം 2 into 6 2 into 6 ആണ് 12 then 2 into എത്രയാണ് 20 2 into 10 then 28 എന്ന് പറയുമ്പോൾ എത്രയാണ് 2 into 40 അല്ലേ 40 into 2 ആണ് 28 അപ്പോൾ നമ്മളിവിടെ അത് എഴുതി ഓക്കെ ഇനി വീണ്ടും നമുക്ക് ഇതിനെ ചെറുതാക്കാം വീണ്ടും നമുക്ക് ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം രണ്ടും കൊണ്ട് പറ്റും 2 കൊണ്ട് വീണ്ടും 2 ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 6 2 into 3 then 2 in the 10 എത്രയാണ് 2 into 5 then 2 in the 40 എത്രയാണ് 7 ഇത്രയും ചെയ്യാൻ പറ്റും ഇത് മൂന്നും കൂടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നുണ്ടോ ഇല്ല പത വിട്ടിട്ട് HCF 24 40 56 എത്രയാണ് 2 into 2 into 2 2 into 2 into 2 2 into 2 4 into 2 8 okay ഇനി അടുത്തത് m നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക then o ഹോംവർക്ക് ആയിട്ട് ചെയ്യുക o then r ഹോംവർക്ക് ആയിട്ട് ചെയ്യുക r ഓക്കേ ഹോംവർക്ക് ആയിട്ട് ചെയ്യുന്നത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം c ചെയ്യണം then e ചെയ്യണം then h ചെയ്യണം i ചെയ്യണം പിന്നെ m o r ഇത്രയാണ് നമ്മുടെ ഹോംവർക്ക് HCF find the HCF of the following number okay പിന്നെ നോട്ട്ബുക്കിനകത്ത് ടീച്ചർ ബോർഡിൽ എഴുതിയിട്ട് തന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്ത് പഠിക്കുക ഹോംവർക്കും ഇതിനൊക്കെ തന്നെ നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ HCF നമ്മൾ കണ്ടുപിടിച്ചു ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ ആണെന്ന് കണ്ടുപിടിച്ചു ഇനിയുള്ളത് എന്താണ് LCM വളരെ എളുപ്പമാണ് കേട്ടോ LCM ഇതുപോലൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം LCM കണ്ടുപിടിക്കാം അല്ലേ അപ്പോൾ LCM നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് തന്നെ ചെയ്താൽ മതി അല്ല മൾട്ടിപ്പിൾസ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ഇത് ഈ LCM ഇങ്ങനെ ഒരു രീതിയിൽ തന്നെ ചെയ്ത് പഠിച്ചാൽ മതി ഓക്കെ അപ്പം ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലേ the smallest common multiple of two or more number is called the least common multiple or LCM അതായത് നമ്മൾ HCF കണ്ടുപിടിച്ചത് തന്നിട്ടുള്ളത് ഏറ്റവും വലിയ കോമൺ ഫാക്ടർ ആണെങ്കിൽ LCM എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഏറ്റവും ചെറിയ കോമൺ ഫാക്ടർ ആണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്താണ് രണ്ട് നമ്പേഴ്സിന്റെ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ആണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നതാണ് LCM എന്ന് പറഞ്ഞാൽ the smallest common multiple of two or more numbers is called the LCM okay അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ 4 and 8 അല്ലേ ഓക്കെ അപ്പോൾ ഹെഡിങ് എഴുതുക LCM ബ്രാക്കറ്റ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് ഹെഡിങ് എഴുതുക LCM of 4 and 8 അല്ലേ നോക്കിയേ നമ്മൾ ആദ്യം നേരത്തെ ചെയ്ത പോലെ തന്നെ 4 ഉം 8 ഉം അതുപോലെ ഇങ്ങനെയൊക്കെ വെച്ചു ഇനി നോക്കുക രണ്ടിനും കോമൺ ആയിട്ട് നമുക്ക് എന്തുകൊണ്ട് ചെയ്യാം 2 കൊണ്ട് പറ്റും അല്ലേ 2 നെ ആക്കുമ്പോൾ 2 2s are 4 then 8 വരുമ്പോൾ 2 into എത്രയാണ് 4 2 4s are 8 ഇനി
LCM O 4,8 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യാം 2 into 2 into 2 2 into 2 into 2 equal to എത്രയാണ് 8 കണ്ടോ അതും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ മറ്റേതിൽ എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള രണ്ടിനെ ഒരുപോലെ ചെറുതാക്കുവാണ് അല്ലേ മറ്റേത് നമ്മൾ HCF കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തും കാര്യം ഈ ഒന്നിനെ വേണ്ടി ചെറുതാക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് രണ്ടിനും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവിടെ വെച്ച് നിർത്തി ഇവിടെ പറഞ്ഞാൽ നമുക്ക് ഈ ഒന്നിനെ ചെറുതാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒന്ന് അതുപോലെ എഴുതി പിന്നെ ഈ രണ്ടാണ് നമുക്ക് ആ രണ്ടിനെ രണ്ടുകൊണ്ട് തന്നെ വീണ്ടും എന്ത് ചെയ്യാം ചെറുതാക്കി 1 എന്ന് ആക്കി മാറ്റാൻ പറ്റും അപ്പൊ നമ്മളത് അങ്ങനെ എഴുതിയിട്ട് ഇവിടെ തന്നിട്ടുള്ളതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യും കണ്ടോ ഇനി അടുത്ത പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദാണ്ടെ ഇപ്പത്തെ പേജ് നോക്കിയേ 19,108 ഉണ്ടോ ഇതിപ്പോ എഴുതിയിട്ടോ ബോർഡിൽ എഴുതിയിട്ട് നോക്കിനകത്തോട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ എന്താണ് എന്തെങ്കിലും അതുപോലെ എഴുതിട്ട് ഇതിനെ രണ്ടിനെയും 2 കൊണ്ട് ചേർത്താക്കാൻ പറ്റും അപ്പൊ 19 ആണ് നോക്കുക 19 divided by 2 4 2s are 8 ഡിഫറൻസ് കണ്ടുപിടിച്ചു 9 minus 8 1 0 then 5 കൊണ്ട് ആക്കുമ്പോൾ 10 വരും അപ്പോൾ 45 the next 108 അല്ലേ 108 divided by 2 2 into 5 10 0 8 4 into 2 8 അപ്പോൾ എത്രയാണ് 54 വന്നു അല്ലേ ഇനി നിങ്ങൾ നോക്കിയേ ഈ 45നെയും അതുപോലെ തന്നെ 54നെയും കോമൺ ആയിട്ട് ഒരു നമ്പറിലോട്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും പറ്റും 45 9 into 5 5 കൊണ്ട് പറ്റും പക്ഷെ 54നെ പറ്റും ഇല്ല അപ്പൊ നമ്മൾ HCF ആണെന്നുവെങ്കിൽ ഇവിടെ വെച്ച് നമ്മൾ നിർത്തിയേ കാരണം രണ്ടിനെ നമുക്ക് ഒരു നമ്പർ കൊണ്ട് തന്നെ വീണ്ടും ചേർത്താക്കാൻ പറ്റത്തില്ല അപ്പൊ HCF ആണെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് നിർത്തി പക്ഷെ LCM എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നമ്പറിനെ വീണ്ടും ചേർത്താക്കാം അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കുക ഇവിടെ 54 എന്ന് പറയുന്നത് 2 കൊണ്ട് ചെറുതാക്കാൻ പറ്റുമല്ലോ അപ്പൊ നമുക്ക് ആ 54നെ ആദ്യം 2 കൊണ്ട് ചെറുതാക്കാം ഇവിടെ നോക്കുകയാണ് 2 കൊണ്ട് തന്നെ നോക്കുമ്പോൾ 45നെ 2 കൊണ്ട് ചെറുതാക്കാൻ പറ്റുമോ പറ്റത്തില്ല അപ്പൊ നമ്മൾ ആ 45നെ അതുപോലെ തന്നെ എടുത്ത് എഴുതുക 54നെ 2 കൊണ്ട് ചെറുതാക്കാൻ പറ്റത്തില്ലേ പറ്റും അപ്പൊ നമുക്ക് അതിനെ നോക്കാം 54നെ 2 കൊണ്ട് നോക്കുക 2 2s are 4 ഡിഫറൻസ് 1 40 7 into 2 27 വന്നതേ 27 ഓക്കെ മനസ്സിലായോ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക ഈ 45നെയും അതുപോലെ തന്നെ 27 അല്ലേ ഇതിനെ രണ്ടിനെയും നമുക്ക് ഇനി എന്തെങ്കിലും കൊണ്ട് ചെറുതാക്കാൻ പറ്റുമോ 3 കൊണ്ട് നോക്കിയേ 2 കൊണ്ട് പറ്റില്ലെന്ന് നമുക്ക് മനസ്സിലായി കാര്യം 27 വന്നു 2 ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ എന്തില്ല 27 അപ്പൊ 2 കാരണം അടുത്തത് എന്തുവാ 3 ആ അപ്പൊ 3 കൊണ്ട് നോക്കിയേ 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 1 into 3 3 4 minus 3 1 5 5 കൊണ്ട് 5 3s are 50 ഡിഫറൻസ് കണ്ടുപിടിച്ചപ്പോൾ 0 അപ്പം ഇതിനെ നമ്മൾ 3 കൊണ്ട് ചെയ്യും 45നെ 3 കൊണ്ട് ചെറുതാക്കിയപ്പോൾ 50 വന്നു ഇനി 27 നമ്മൾ 3 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടോ 9 into 3 3 9s are 27 അപ്പോൾ 3 into 9 അല്ലേ 27 3 കൊണ്ട് ചെറുതാക്കിയപ്പോൾ 9 വന്നു ഇനി നമുക്ക് 3 കൊണ്ട് വീണ്ടും പറ്റില്ലേ 3 കൊണ്ട് നോക്കുക 3 into 5 3 into 5 ആണ് എന്ത് 15 അല്ലേ 3 into 5 ആണ് 15 അപ്പോൾ 5 then 9 ന്റെ മൾട്ടിപ്ലിക്കേഷൻ 9 നോക്കിയേ 9 ഉണ്ടോ 3 ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 9 ഉണ്ടോ 3 3s are 9 അല്ലേ HCF ആണെങ്കിൽ ഇനി നമുക്ക് ഇവിടെ നിർത്തിയാൽ കാര്യം രണ്ട് ഒരേ നമ്പർ ഒരേ ഒരു നമ്പറിലെ രണ്ട് പേരുടെ മൾട്ടിപ്ലിക്കേഷൻ പക്ഷെ ഇവിടെ നമുക്ക് വീണ്ടും ചെയ്യാം നോക്കാം 3 കൊണ്ട് നോക്കുമ്പോൾ 3 കത്ത് 5 ഇല്ല 5 അതുപോലെ എഴുതി
divided by 5 എത്രയാണ് 1 അല്ലേ 1 തന്നെ അപ്പോൾ ഇങ്ങനെ 1 തന്നെ 1 നെ വീണ്ടും നമുക്ക് ചേർക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ 1 തന്നെ ആക്കി LCM ൽ നോക്കുക ഇനി എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ LCM of 90,108 ഓക്കേ എത്ര 2 ഉണ്ട് 1 2 2 into 2 എത്ര 3 ഉണ്ട് 1 2 3 1 2 3 പിന്നെ ഒരു 5 ഉണ്ടല്ലേ 5 2 2s are 4 3 3 are 3 3s are 9 3 5s are 15 ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഗുണിക്കാം ഒരു കുഴപ്പമില്ല ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ആയി ഒരുമിച്ച് ഗുണിക്കാൻ അങ്ങനെ കുറിച്ച് ഒരു കുഴപ്പമില്ല then 4 into 9 36 into 50 540 okay then LCM വളരെ എളുപ്പമാണ് ചെയ്യാൻ കേട്ടോ അടുത്തത് എക്സസൈസ് 4.6 നകത്ത് ഏറ്റവും താഴെ അഞ്ചാമത്തെ കണ്ടോ ഫൈൻഡ് ദ LCM എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടോ ഫൈൻഡ് ദ LCM കണ്ടോ ഏറ്റവും താഴെ അതിന്റെ താഴത്തെ ക്വസ്റ്റ്യൻ 6 ഉം 12 ഉം ഇത് എഴുതിട്ടോ 6 ഉം 12 ഉം നോക്കിയേ ആദ്യം ചെയ്യുക അതുപോലെ എടുത്ത് എഴുതുക രണ്ടുകൊണ്ട് പറ്റുമല്ലേ രണ്ടുകൊണ്ട് നോക്കുമ്പോൾ 2 into 3 then 12 2 into 6 ഇനി നോക്കുമ്പോൾ രണ്ടും 3 കൊണ്ട് പറ്റും അല്ലയോ 3 കൊണ്ട് 3 into 1 ആണ് 3 then 3 into 2 ആണ് 6 അല്ലേ നമുക്ക് ഇതിനെ 1 എന്നാക്കണ്ടേ അപ്പോൾ അതിനെ ഒന്നുകൂടെ ചെറുതാക്കാം അപ്പോൾ 1 നെ നമുക്ക് ഒന്ന് ചെയ്ത് ചെറുതാക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ എഴുതി ഈ 2 നെ നമുക്ക് എന്തുകൊണ്ട് ചെറുതാക്കാം 2 പിന്നെ 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം അല്ലേ 2 divided by 2 എത്രയാണ് 1 അല്ലെങ്കിൽ 2 into 1 എത്രയാണ് 1 എന്ന് ആക്കി ഇനി LCM 6,12 ദാണ്ടെ ഇവിടെ എത്ര 2 ഉണ്ട് 1 2 2 ഉണ്ട് അല്ലേ 2 into 2 then പിന്നെ ഒരു 3 ഉണ്ട് 2 2s are 4 into 3 എത്രയാണ് 12 കണ്ടോ മനസ്സിലായോ ഇതെല്ലാം ഒരുപോലെയാണ് ചെയ്യുന്നത് ഇവിടെ വരുമ്പോൾ മാത്രം നമ്മൾ 1 എന്ന ഇൻറ്റു ചെറുതാക്കും 1 എന്നാക്കും അതുകൊണ്ടാണ് ഒരു വ്യത്യാസം ബാക്കിയെല്ലാം LCM ചെയ്യുന്ന പോലെ തന്നെയാണ് then second question 8,12 നോക്കി ഇത് എത്ര എഴുതാലും 8,12 രണ്ട് കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക അല്ലേ 2 ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 8 എത്ര തവണയാണ് 2 into 4 12 2 into 6 then വീണ്ടും 2 കൊണ്ട് തന്നെ നോക്കാം 2 ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 4 എത്ര തവണയാണ് 2 into 2 ആണ് 4 അല്ലേ 2 2s are 4 then 6 2 into 3 then വീണ്ടും ഇതിനെ ചെറുതാക്കാൻ 2 കൊണ്ട് തന്നെ നോക്കാം 2 നെ 2 ചെറുതാക്കാൻ 2 into 1 അല്ലേ അപ്പം ഇവിടെ 1 then ഈ 3 അതുപോലെ എടുത്ത് വീണ്ടും നമ്മൾ ഇതിനെ 3 നെ ചെറുതാക്കാൻ 3 കൊണ്ട് തന്നെ നോക്കാം 1 അതുപോലെ എടുത്ത് ചെറുതാക്കാൻ പറ്റില്ല 3 നെ 3 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 അപ്പോൾ 1 നമുക്ക് LCM of 8,12 എത്രയാണ് എത്ര 2 ഉണ്ട് ഇവിടെ 1 2 3 2 into 2 then ഒരു 3 അല്ലേ 2 into 2 4 അല്ലേ 4 into then 2 into 3 6 then 4 into 6 24 so answer എന്ന് പറഞ്ഞാൽ എത്രയാണ് LCM of 8,12 എന്ന് പറഞ്ഞാൽ 24 okay then C നോക്കിയേ 9,5 ഈ 9,5 എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ പറയാൻ പറ്റും 9 5 കൂടെ ഏതെങ്കിലും
ഉണ്ടോ? 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 9 ഉണ്ട്. 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 5 ഉണ്ടോ? ഇല്ല. 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 9 ഉണ്ടോ? അതും ഇല്ല. അല്ലേ? അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം 9,5 അല്ലെങ്കിൽ 5, എത്ര 21. അങ്ങനെ പറഞ്ഞ രണ്ട് നമ്പർ കോമൺ ആയിട്ട് നോക്കുമ്പോൾ ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾ അല്ല എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയാണെങ്കിൽ എന്താണ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആവുകയാണെങ്കിൽ ഈ രണ്ടും തന്നിട്ട് രണ്ടും ഒരു നമ്പറിന്റെയും കോമൺ ആയിട്ട് ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾ വരുന്നില്ലെങ്കിൽ നിങ്ങൾ അത് രണ്ടും കൂടെ എടുത്ത് വെച്ച് ഗുണിച്ചാൽ മതി. 9 95 45 അല്ലേ? LCM ഓഫ് 9,5 എന്ന് പറഞ്ഞാൽ 45 ആണ്. ഇത് ചെയ്ത് കാണിക്കാം. എന്താണ് 9ഉം 5ഉം നിങ്ങൾ വരച്ച് തന്നെ ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ ഇത് രണ്ടിനെയും കോമൺ ആയിട്ട് ഒരു നമ്പർ ഇവിടെ ചെയ്യാൻ പറ്റില്ല. 3 കൊണ്ട് നോക്കാം. 3നെ 9 നോക്കി 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 9 3 3s are 9. 5 അതുപോലെ എടുത്ത് ഇത് നോക്കുക. 3 5 നേരെ തമ്മിൽ വരുമോ? ഇല്ല. അപ്പം 3 കൊണ്ട് ഈ 3നെ നമ്മൾ ചെറുതാക്കി. അപ്പം 1 വന്നു. then 5 വീണ്ടും 5 കൊണ്ട് ചെറുതാക്കുന്നു. 1 അതുപോലെ എഴുതി ഇവിടെ 1 അല്ലേ? അപ്പം LCM of 9,5 എന്ന് പറഞ്ഞാൽ ഇത് ഗുണിക്കാം. 3 into 3 into 5. 3 3s are 9. 9 into 5 45. ഇതുവരെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്തേ അല്ലയോ? ഇത് തന്നെ ഇങ്ങനെ ഇത്രയും സ്റ്റെപ്പ് എടുത്ത് ചെയ്യണ്ട. നമ്മൾ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. അതിന് മനസ്സിലാക്കണം. തന്നിരിക്കുന്നത് തമ്മിൽ നന്നായിട്ട് നോക്കുക. LCM എടുക്കുമ്പോൾ തന്നിരിക്കുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കുക. LCMന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, HCMന്റെ കാര്യത്തിലില്ല. LCMന്റെ കാര്യത്തിൽ മാത്രമാണ് ഈ പറഞ്ഞ ഒരു ടെക്നിക്ക് കേട്ടോ. ഒരു ചെറിയ ടെക്നിക്കാണ് പെട്ടെന്ന് അനുസരിക്കാൻ. പക്ഷേ HCMനകത്ത് ദിസ് ഇസ് നോട്ട് അലൗഡ്. ഓക്കെ, ഇത് പറയുന്നത്. അപ്പോൾ LCM കണ്ടുപിടിക്കുമ്പോൾ 9 5 തന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചു നോക്കുക. 9 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ പറ്റും. 3 into 3 3 3s are 9 ആണ്. പക്ഷെ 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 5 പറ്റില്ല. 5 ഉണ്ടോ? ഇല്ല. അപ്പൊ രണ്ടും തന്നിരിക്കുന്നതിനകത്ത് നോക്കുമ്പോൾ ഒരു കോമൺ ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നേക്കുന്നത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. ആൻസർ അതല്ല ആൻസർ കിട്ടുന്നതിന് ഇതുപോലെ സ്റ്റെപ്പ് എടുക്കുകയും ചെയ്യും കേട്ടോ. ഇത് രണ്ടും മനസ്സിലാക്കി നിങ്ങൾ നോട്ടിലോട്ട് എഴുതുക. ഇതും സൈഡിലോട്ട് എഴുതി എഴുതി വെച്ചേക്കാം. ഓക്കെ, ഇനി അങ്ങോട്ടും വലിയ വലിയ ക്ലാസ്സിലൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് HCF LCM ഒക്കെ ഒരുമിച്ച് കണ്ടുപിടിച്ച് വേറെയൊക്കെ ചെയ്യാൻ കാണും. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം കേട്ടോ. ദെൻ അടുത്തത് കണ്ടോ, ഡി നോക്കിയേ. ഡി നോക്കാം. 6,7. 6ഉം 7ഉം ഏതെങ്കിലും ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ കോമൺ ആയിട്ട് വരുന്നുണ്ടോ? 6 എന്ന് പറഞ്ഞാൽ 2ന്റെയും 3നകത്തും വരും. പക്ഷെ 7 എന്ന് പറയുന്നത് 2നും 3നകത്തും ഉണ്ടോ? ഇല്ല. അപ്പൊ അത് രണ്ടും ഒരുപോലെ കോമൺ നമ്പറിനകത്ത് മൾട്ടിപ്പിൾസ് വരുന്നില്ല. അപ്പൊ നമുക്ക് അത് രണ്ടും കൂടെ എടുത്ത് കുടിക്കാം. 6 into 7 എത്രയാണ്? 42. ഓക്കെ. ദെൻ അടുത്തത് നോക്കാം. 4ഉം 7ഉം. 4ഉം 7ഉം നോക്കുമ്പോൾ തന്നെ അറിയാം 4ഉം 7ഉം ഒരു നമ്പറിന്റെ ഒരു കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ 4ഉം 7ഉം നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ എന്ത് ചെയ്യാം? ഗുണിക്കാം. 4 into 7 എത്രയാണ്? 28. ദെൻ നെക്സ്റ്റ് ഇനി ടീച്ചർ ചെയ്യാൻ പോകുന്നത് ജി ആണ് കേട്ടോ. ജി നോക്കിയേ. ജി 10, 20. 10ഉം 20ഉം അല്ലേ? രണ്ടിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചെറുത്ത് വെച്ച് ചെയ്ത് പോകണം. ആദ്യം കയറി 10ഉം 20ഉം 5നകത്ത് പറ്റുമെന്ന് പറഞ്ഞ് 5 കൊണ്ടൊക്കെ ചെയ്യരുത്. ചെറുതായിട്ട് ചെയ്ത് പോകണം. 2 കൊണ്ട് തന്നെ ചെയ്ത് ശ്രമിക്കാം. അപ്പൊ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നോക്കുമ്പോൾ 10 എത്രയാണ്? 5. then 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 20 10. ഇനി നോക്കുക. ഇത് രണ്ടും 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ പറ്റത്തുള്ളൂ. അപ്പൊ 5 കൊണ്ട് നോക്കുക. 5നെ 5 കൊണ്ട് തന്നെ നോക്കുമ്പോൾ എങ്ങനെയാണ്? 5 divided by 5 1. then ഇവിടെ വീണ്ടും ഇത് ചെറുതാക്കാൻ 2 ഉണ്ട്. ഈ 1 അതുപോലെ എഴുതി 2 divided by 2 1. so LCM of 10, 20 equal to ഇവിടെ എത്ര 2 ഉണ്ട്? 1 2. 2 into 2 into പിന്നെ 5. 2 2s are 4. 4 into 5 equal to 20. കണ്ടോ?
നോക്കിയേ ഇതെടുക്കണേ 4,8,12 അതാദ്യം എഴുതുക 4,8,12 മൂന്നും രണ്ടിന്റെ മൾട്ടിപ്ലിക്കേഷനിൽ പറ്റും 2 into എത്രയാണ് 4 2 2s are 4 then 8 2 into എത്രയാണ് 8 2 4s are 8 2 into 4 then 12 2 into എത്രയാണ് 2 into 6 2 4 6 മൂന്ന് രണ്ടിലാണ് പറ്റും അപ്പോൾ രണ്ടോട് നോക്കുക 2 നകത്ത് എത്ര ആണ് 2 1 അല്ലേ then 2 into 2 ന്റെ കൂടെ എത്ര ഗുണിക്കുമ്പോഴാണ് 4 2 into 2 2s are 4 then 3 ഇനി നോക്കുക ഇവിടെ 1 അതുപോലെ ഉണ്ട് ഇനി ഉണ്ട് 2 നെ ചേർത്താൽ അല്ലേ അപ്പോൾ 2 കൊണ്ട് തന്നെ നോക്കാം 2 നെ എത്ര കൊണ്ട് ആക്കുമ്പോഴാണ് 1 2 divided by 2 ആണ് 1 അപ്പോൾ 1 then 3 3 നെ ചേർത്താൽ 3 കൊണ്ട് തന്നെ അപ്പോൾ 1 1 1 അപ്പം LCM 4,8,10 12 നോക്കുക എത്ര 2 ഉണ്ട് 1 2 3 3 അല്ലേ 2 into എത്ര 3 ഉണ്ട് ഒരു 2 into 2 4 4 into 2 into 3 6 ആൻസർ 20 നിങ്ങൾ ഗുണിക്കുമ്പോൾ ഇങ്ങനെ ഗുണിക്കണം തന്നെയില്ല നിങ്ങൾക്ക് എങ്ങനെയാണോ ഗുണിക്കാൻ ആപ്റ്റ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ഗുണിക്കുക കേട്ടോ ആൻസർ ഫൈനൽ കറക്റ്റ് ആയിരിക്കണം എന്ന് മാത്രം അടുത്തത് നോക്കിയേ അടുത്തത് ചെയ്യാനായിട്ടുള്ളത് കെ നോക്കിയേ കെ എന്ത് ചെയ്യാം 2 കൊണ്ട് തന്നെ നോക്കാം 2 കൊണ്ട് നോക്കുമ്പോൾ 2 ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 5 ഉണ്ടോ ഇല്ല 2 ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 50 ഉണ്ടോ ഇല്ല 2 ന്റെ മൾട്ടിപ്ലിക്കേഷൻ 20 ഉണ്ടോ ഉണ്ട് അല്ലേ 10 ടൈംസ് അപ്പം 5 അതുപോലെ എഴുതി 50 അതുപോലെ എഴുതി ഇതാണ് 10 into 2 ആണ് 20 അപ്പം 10 ഇനി 3 നോക്കുമ്പോൾ 5 കൊണ്ട് പറ്റും അല്ലേ 5 കൊണ്ട് നോക്കുമ്പോൾ 5 divided by 5 എത്രയാണ് 1 then 50 വരുമ്പോൾ എത്രയാണ് 5 into 3 then 10 വരുമ്പോൾ എത്രയാണ് 5 into 2 ഇനി നോക്കുക 3 നെ ചേർക്കാം അല്ലേ 50 കൊണ്ട് 1 3 ones അല്ലേ 1 then 2 അതുപോലെ പിന്നെ 2 1 1 2 divided by 2 1 so LCM of 5, 50, 20 എത്രയാണ് എത്ര 2 ഉണ്ട് 1 2 രണ്ട് 2 into 2 then ഒരു 5 ഒരു 3 5 into 3 2 into 2 4 5 into 3 50 so 50 into 4 എത്രയാണ് 5 into 4 24 answer okay മനസ്സിലായോ എഴുതിട്ടോ then അതിനകത്ത് എന്നും അതുപോലെ തന്നെ എമ്മും നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക കേട്ടോ എന്നും എമ്മും ഹോംവർക്ക് ആയിട്ട് ചെയ്യുക ബാക്കിയെല്ലാം നമ്മളിവിടെ ക്ലാസ്സിലൊക്കെ പോലെ ചെയ്യും ഓക്കെ അപ്പോൾ രണ്ടെണ്ണേ ഉള്ളൂ LCM-നകത്ത് LCM എളുപ്പമാണ് HCF ചെയ്യുന്ന പോലെ തന്നെ തുടങ്ങിയിട്ട് അവസാനം 1 1 1 പോലെ ആക്കുക HCF-ലാകുമ്പോൾ തന്നിരിക്കുന്ന 3 ആണോ 2 ആണോ നോക്കുക അത് തമ്മിൽ 2 എണ്ണം ആണെങ്കിൽ 2 ഒരുപോലെ ചെറുതാക്കാൻ പറ്റില്ല അതായത് ആ 2 നമ്പർ ഒരു മൾട്ടിപ്പിളിന്റെ തന്നെ ഘടകങ്ങളായിട്ട് വരണം LCM-ൽ അങ്ങനത്തെ പ്രശ്നമില്ല നമുക്ക് തന്നിട്ടുള്ള ഒന്നുകൊണ്ട് ഒന്നൊന്നാക്കി മാറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇത്ര ആയപ്പോൾ നമ്മുടെ ആ ചാപ്റ്റർ അവിടെ കഴിഞ്ഞു ഈ HCF-നകത്ത് LCM-നകത്ത് ടീച്ചർ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ പഠിക്കണം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു 4th ചാപ്റ്റർ കേട്ടോ അപ്പോൾ ഇതിനകത്ത് മൾട്ടിപ്പിൾസ് അതുപോലെ തന്നെ ഡിവിഷൻ അത് ഇത്രയും നമ്മൾ കഴിഞ്ഞിട്ട് അടുത്ത ചാപ്റ്ററായിട്ടാണ് നമ്മൾ ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ് ആൻഡ് ഫാക്ടേഴ്സ് കോമൺ ഫാക്ടേഴ്സും കോമൺ മൾട്ടിപ്പിൾസും കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയിൽ ചോദിക്കും കോമൺ ഫാക്ടേഴ്സും കോമൺ മൾട്ടിപ്പിൾസും കണ്ടുപിടിക്കും പിന്നെ HCF LCF-നകത്ത് നമ്മൾ ക്ലാസ്സിൽ ചെയ്ത് നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്ത പ്രോബ്ലംസ് ചെയ്ത് മാത്രമേ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുകയുള്ളൂ അത് തന്നെ നന്നായിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഏതാണെന്ന് അറിയാമോ ചാപ്റ്റർ
6 ടൈം ആൻഡ് കലണ്ടർ. ആ ഒരു ചാപ്റ്റർ കൂടെ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. ബാക്കി ആ 2 ചാപ്റ്റേഴ്സ് ഷേപ്പും മറ്റേ അവസാന ഡേറ്റ ഹാൻഡിലിംഗ് നിങ്ങൾക്ക് പഠിക്കണ്ട കേട്ടോ. അപ്പൊ ആ ഒരു ചാപ്റ്ററിൽ ടൈം ആൻഡ് കലണ്ടറിൽ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി പരീക്ഷ. ഓക്കെ ഓക്കെ then thank you all of you. Good morning. How are you? Hope all are fine. നമ്മൾ ഹിന്ദിയുടെ പുതിയ ചാപ്റ്ററാണ് പഠിക്കാനായിട്ട് പോകുന്നത്. 7th ചാപ്റ്റർ സിഖോ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ സിഖോ മീൻസ് ടു ലേൺ ആണ്. ലേൺ എന്താണ്? ലേൺ, പഠിക്കുക. അപ്പോൾ ടീച്ചർ അത് ഇവിടെ മീനിങ് എഴുതിയിട്ടില്ല, നിങ്ങളത് ബുക്കിൽ എഴുതുന്ന സമയത്ത് ലേൺ എന്നത് ബുക്കിൽ എഴുതി പഠിക്കുക. ഓക്കെ, അപ്പോൾ സിഖോ മീൻസ് ലേൺ, LEARN, ലേൺ. അവിടെ നമ്മുടെ അർത്ഥം കൊടുത്തിരിക്കുന്ന സ്ഥലത്ത്, മീനിങ്സ് കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് ലേൺ ഫസ്റ്റ് വൺ അവിടെ എഴുതിയിട്ടുണ്ട്, ലേൺ. ഓക്കെ ഓക്കെ അപ്പോൾ ടീച്ചർ ഇത് ആദ്യം ഒന്ന് വായിക്കാം. ഒരു പോയാണ്. ഓക്കെ, फूलों से नींद हम जरा सीखो, पैरों से नित गाना, तरों के झुकी ठालियों से नित सीखो शीश झुकाना, मछली से सीखो देश के लिए तड़प तड़प कर मरना, लदा तदा पेड़ों से सीखो सबको गले लगाना, दीपक की किरणों से सीखो तम को दूर भगाना, चांद की किरणों से सीखो अमृत रस बरसाना. അപ്പോൾ എന്താണ് സിഖോ? പഠിക്കുക. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ പ്രകൃതി എന്ന് പറയുന്നത് മനോഹരമാണ് അല്ലേ? അപ്പോൾ ആ പ്രകൃതി എന്ന് പറയുന്നത് ഓരോന്നും ഓരോ കാര്യങ്ങൾ അല്ലേ, നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. എന്താണ്? അവരെ പോലെ, പ്രകൃതിയെ പോലെ നമ്മൾ മനുഷ്യരും അതുപോലെ ആവുക, അതുപോലെ അവരെ പോലെ പഠിക്കുക എന്നൊക്കെയാണ് നമ്മൾ ഈ കവിതയിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 4 ലൈൻ ഒന്ന് നോക്കിയേ, ഒന്നുകൂടെ ഒന്ന് വായിക്കാം. നോക്കിയേ, എല്ലാവരും ഒന്നുകൂടെ വായിച്ചേ. फूलों से नींद हम जरा सीखो, भैरों से नित गाना, तरों की झुकी टालियों से नित सीखो शीश झुकाना. അപ്പോൾ എന്താ പറയുന്നത്? ഫസ്റ്റ് പറയുന്നത് ഫൂലോം സേ നീദ് ഹംസാന സിഖോ. അപ്പോൾ ഫൂലോ മീൻസ് ഫൂൽ, ഫ്ലവർ, പൂവ്. ഫൂൽ മീൻസ് ഫ്ലവർ, പൂവ്. ഫൂലോം സേ നീദ് മീൻസ് ഓൾവേസ്, എപ്പോഴും, ഓൾവേസ്. ഹംസന മീൻസ് ടു ലാഫ്, ചിരിക്കുക. സിഖോ, പഠിക്കുക. അപ്പം എന്താ നമ്മളവിടെ വായിക്കുന്നത്? ഫൂലോം സേ നീദ് ഹംസന സിഖോ. പൂക്കളെ അല്ലേ, എന്താണ് പറയാ? പൂക്കളെ പോലെ അല്ലെങ്കിൽ പൂക്കളോടൊപ്പം നിങ്ങൾ പൂക്കളെ നോക്കുക. പൂക്കളെ നോക്കുന്ന സമയത്ത് പൂക്കൾ എന്താണ്? എപ്പോഴും ഭയങ്കര സന്തോഷമായിട്ട് ചിരിച്ച് നിൽക്കുന്നതായിട്ടായിരിക്കും നമ്മൾ കാണുക അല്ലേ? ഇപ്പോൾ ഒരു പൂ വിരിയുമ്പോൾ ആ പൂ എന്ന് പറയുന്നത്, ആ പൂവിനെ കാണാനുണ്ട് വണ്ട്, തേനീച്ചകൾ എല്ലാവരും വരാറുണ്ട് അല്ലേ? അപ്പം ആ പൂവിനെ പോലെ നിങ്ങൾ എപ്പോഴും ചിരിച്ചു കൊണ്ടിരിക്കുക. പൂവിനെ പോലെ നിങ്ങൾ എപ്പോഴും ചിരിച്ചു കൊണ്ടിരിക്കുക. ഫുൾ, ഫ്ലവർ, നീഡ്, ഓൾവേസ്, ഹംസന, ടു ലാഫ്. പൂക്കളെ പോലെ അല്ലെങ്കിൽ പൂക്കളോടൊപ്പം നിങ്ങൾ എപ്പോഴും ചിരിച്ചു കൊണ്ടിരിക്കുക. എപ്പോഴും നിങ്ങൾ ചിരിക്കുക. എന്ത് വിഷമമുണ്ടെങ്കിലും നിങ്ങൾ ചിരിച്ച് ആ വിഷമത്തെ ധൈര്യപൂർവ്വം നേരിടുക, ചിരിക്കുക അല്ലേ? ആദ്യം നമ്മളോട് പറയുന്നത് പൂക്കളെ പോലെ എപ്പോഴും ചിരിക്കുക, സന്തോഷമുള്ളവരായിട്ട് ഇരിക്കുക. ഭൈരം സേ നിഗാന. ഭൈരം മീൻസ് എന്തായിരിക്കണേ? ഭൈര, ബംബ്ലി ബി. ബംബ്ലി മീൻസ് തേനീച്ചകൾ, തേനീച്ച, ബംബ്ലി ബീസ്. അപ്പോൾ ആ തേനീച്ചകളെ പോലെ, തേനീച്ചകളോടൊപ്പം, തേനീച്ചകൾ എന്താ മൂളിയാണ് നടക്കുന്നല്ലേ? അപ്പോൾ ആ ബീസിനെ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക? പാടുക. ബബ്ലി ബീസ് എന്താണ്? എപ്പോഴും മൂളി അല്ലേ? ആ ഒരു മൂളൻ ഉണ്ടാവും അല്ലേ? അതുപോലെ നിങ്ങൾ എപ്പോഴും പാടിക്കൊണ്ട് നടക്കുക. അപ്പോൾ ഫസ്റ്റ് 2 ലൈൻ എന്ന് പറയുന്നത് ഭൂലോം സേ നിത് ഹംസന സിഖോ, ഭൈരോം സേ നിത് ഗാന. പൂക്കളെ പോലെ എപ്പോഴും ചിരിക്കുക. എന്താ? തേനീച്ചകളെ പോലെ പാടുക അല്ലേ? പൂക്കളെ പോലെ എപ്പോഴും ചിരിക്കുക, തേനീച്ചകളെ പോലെ പാടുക അല്ലേ? പൂക്കളുടെ അടുത്തേക്ക് തേനീച്ചകൾ വരുന്നത് പോലെ നിങ്ങൾ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുക. തേനീച്ചകളെ പോലെ എപ്പോഴും എന്താണ്? പൂക്കളെ പോലെ എപ്പോഴും ചിരിക്കുക, തേനീച്ചകളെ പോലെ എപ്പോഴും പാടുക. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കി. തരു കി ഷുക്കി ഠാലിയോം സേ നിത് സിഖോ ശീഷ് ഝുകാന. തരു മീൻസ് എന്താണ്? തരു മീൻസ് എന്താണ്? ട്രീ. ആ തരുവിനെ പോലെ നിങ്ങൾ എന്താ? തരുവിൻ്റെ തരു കി ഷുക്കി ഠാലിയോം. ഠാലിയോം മീൻസ്
ബ്രാഞ്ചസ്, ശിഖരങ്ങൾ അല്ലേ, ബ്രാഞ്ചസ്. മരം ഇങ്ങനെ മുകളിലേക്ക് വളർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ശിഖരങ്ങൾ എന്നാ രണ്ട് വശത്തു നിന്നും തല കുനിച്ചാൽ ഇങ്ങനെ നിൽക്കുക. ഒരു ട്രീ ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിൻ്റെ ശിഖരങ്ങൾ, ബ്രാഞ്ചസ് എന്താണ് ഇങ്ങനെ പോയി താഴേക്കായിരിക്കും പോവുക അല്ലേ. ഒരു കുട പോലെ അല്ലേ, കുട പോലെയാണ് ഒരു മരം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ, മരത്തിൻ്റെ ധാലിയം ബ്രാഞ്ചസ് പോലെ എന്ത്, നീസിക്കോഷീസ് ചുക്കാന എന്നാണ്. മരങ്ങളെന്ന് പറയുമ്പോൾ നല്ല ഉയരത്തിലേക്കായിരിക്കും പോകുന്നത് അല്ലേ. എത്ര ഉയരത്തിൽ പോയാലും നമ്മുടെ ബ്രാഞ്ചസ് പോലെ അല്ലേ, ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ പിന്നെ ആ ഒരു എന്താണ്, ഒരു ട്രീ പോലെയൊക്കെയാണ് അല്ലേ. അപ്പോൾ അതുപോലെ നിങ്ങളും തല കുമ്പിടുക അല്ലേ. എത്ര ഉയരത്തിൽ പോയാലും അഹങ്കാരമില്ലാതെ തല കുമ്പിട്ട് അല്ലേ, ഒരു വിനയത്തോടെ വേണം നമ്മൾ എല്ലായിടത്തും പെരുമാറാം അല്ലേ. മരങ്ങളെന്ന് പറയുമ്പോൾ എത്ര ടോപ്പിലെത്തുകയാണെങ്കിലും അവരെന്താണ്, ആ ഒരു ശിഖരങ്ങൾ അവർ താഴ്ത്തി വെക്കാറുണ്ട് അല്ലേ. അതുപോലെ നിങ്ങളും എന്താ, ഉയരങ്ങളിൽ എത്തുമ്പോൾ അഹങ്കാരം ഉണ്ടാവാതെ എന്ത്, ശിഖരങ്ങൾ നിങ്ങളുടെ തല കുമ്പിടാനായിട്ട് ശ്രമിക്കുക അല്ലേ. തല കുമ്പിടേണ്ടത് തല കുമ്പിടുക തന്നെ വേണം അല്ലേ. അല്ലെങ്കിൽ ഞാൻ വലിയ ആളാണ് എന്ന് വിചാരിച്ച് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റില്ല അല്ലേ. തല കുമ്പിടേണ്ടടുത്ത് തല കുനിക്കുക തന്നെ വേണം, അതാണ് പറയുന്നത്. അപ്പോൾ ആ 4 ലൈൻ മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഫൂലോം സേ നിദ് ഹംസന സിഖോ ഭൈരോം സേ നിദ് ഗാന. പൂക്കളെ പോലെ എപ്പോഴും ചിരിക്കുക, തേനീച്ചകളെ പോലെ പാടുക. തരുക്കി ചുക്കി ടാലിയോം സേ നിദ് സിഖോ ശീസ് ചുക്കാന. മരത്തിൻ്റെ ശിഖരങ്ങളോടൊപ്പം നിങ്ങളുടെ തലയും കുനിക്കുവാൻ പഠിക്കുക. ഓക്കെ, മനസ്സിലായ? 4 ലൈൻ മനസ്സിലായല്ല? ओके, नेक्स्ट 4 लाइन ओके। मसले से सीखो देश के लिए तड़प तड़प कर मरना, लता तथा पेड़ों से सीखो सबको गले लगाना. അപ്പോൾ എന്താ, മച്ചലി സേ സിഖോ ദേശ് കെ ലിയേ തടപ് തടപ് കർ മർന. അപ്പോൾ മച്ചലി സേ സിഖോ, മത്സ്യത്തിൽ നിന്നും പഠിക്കുക. മത്സ്യത്തിൽ നിന്ന് നമുക്ക് എന്താ പഠിക്കാനുള്ളത്? മത്സ്യങ്ങളെന്ന് പറയുമ്പോൾ എന്നാ, ഉയർന്ന് താഴ്ന്ന് അങ്ങനെയൊക്കെയാണ് പോകുന്നത് അല്ലേ. എന്താണ്, ഫാസ്റ്റായിട്ട് അവർ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്തല്ലേ വെള്ളത്തിൽ കൂടെ ഫാസ്റ്റായിട്ട് ആണ് പോകുന്നത്. അപ്പോൾ മത്സ്യത്തിൽ നിന്നും നിങ്ങൾ പഠിക്കുക. മച്ചലി ഇവിടെ എഴുതിയിട്ടുണ്ട്, മച്ചലി ഫിഷ്. മത്സ്യത്തിൽ നിന്നും പഠിക്കുക. ദേശ് മീൻസ് കൺട്രി, രാജ്യം. ദേശ് കെ ലിയേ തടപ് തടപ് കർ മർന അല്ലേ. ദേശ് കെ ലിയേ തടപ് തടപ് കർ മർന, രാജ്യത്തിന് വേണ്ടി ധീരതയോടെ മർന മീൻസ് എന്താണ്, ഡൈ, മരിക്കുക അല്ലേ. അപ്പോൾ മച്ചലി സേ സിഖോ, മത്സ്യത്തിൽ നിന്നും പഠിക്കുക. ദേശ് കെ ലിയേ തടപ് തടപ് കർ മർന, ദേശത്തിന് വേണ്ടി ധീരതയോടെ മരിക്കുക. മത്സ്യത്തിൽ നിന്നും പഠിക്കുക, രാജ്യത്തിന് വേണ്ടി ധീരതയോടെ മരിക്കുക. നെക്സ്റ്റ്, ലതാ തഥാ പേടോം സേ സിഖോ സബ്കോ ഗലെ ലഗാന. അപ്പോൾ ലത മീൻസ് എന്താ, ലത ക്രീപ്പർ, നമ്മുടെ വള്ളിച്ചെടികൾ അല്ലേ. എന്താണ്, മരത്തിനെ ചുറ്റിപ്പിടിച്ച് വളരുന്ന വള്ളിച്ചെടികൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ക്രീപ്പർ എന്താ, ലതാ തഥാ പേടോം മീൻസ് ട്രീ, മരം. से सीखो सबको गले लगाना. सब മീൻസ് ഓൾ, സബ്കോ ഓൾ, എല്ലാവരും. അപ്പോൾ എന്താ പറയുന്നത്, ലത അല്ലേ, വള്ളിച്ചെടികൾ. തഥാ പേടോം സേ സിഖോ സബ്കോ ഗലെ ലഗാന. എന്താ, എല്ലാവരെയും ആലിംഗനം ചെയ്യാൻ അല്ലേ, എല്ലാവരെയും ആലിംഗനം ചെയ്യുവാൻ വേണ്ടി ആ മരത്തിൽ ചുറ്റിപ്പിടിച്ച് വളരുന്ന വള്ളിച്ചെടികളെ കണ്ടുപഠിക്കുക അല്ലേ. വള്ളിച്ചെടികളെന്ന് പറയുമ്പോൾ മരത്തിനെ ചുറ്റിപ്പിടിച്ചല്ലേ, അവയെ ആശ്രയിച്ച് അവയെ ചുറ്റിപ്പിടിച്ച് സ്നേഹത്തോടെയാണവ വളരുന്നത് അല്ലേ. അതുപോലെ മറ്റുള്ളവരെയും നമ്മൾ ആലിംഗനം ചെയ്യാൻ വള്ളിച്ചെടികളിൽ നിന്നും നാം പഠിക്കുക. മനസ്സിലായോ? അപ്പോൾ വള്ളിച്ചെടികളിൽ നമ്മൾ എന്താ പറയുന്നത്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ, മറ്റുള്ളവരെ ആലിംഗനം ചെയ്യാൻ, അവരുടെ വിഷമങ്ങളിൽ അവരെ ആലിംഗനം ചെയ്യുവാൻ വേണ്ടി വള്ളിച്ചെടികളിൽ നിന്നും നിങ്ങൾ പഠിക്കുക. മരത്തിനെ ചുറ്റിപ്പിടിച്ച് വളരുന്ന വള്ളിച്ചെടികളിൽ നിന്നും നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ആ 4 ലൈൻ മനസ്സിലായോ? എന്താണ്, മച്ചലി സേ സിഖോ ദേശ് കെ ലിയേ തടപ് തടപ് കർ മർന. മത്സ്യത്തിൽ നിന്നും പഠിക്കുക, എന്താ, രാജ്യത്തിന് വേണ്ടി
ധീരതയോടെ പിടഞ്ഞ് മരിക്കുക അല്ലേ. അപ്പോൾ മത്സ്യമാണെങ്കിൽ എന്താ, മത്സ്യം നമ്മൾ കടലിൽ നിന്നും അല്ലെങ്കിൽ കായലിൽ നിന്നും പിടിക്കുമ്പോൾ അല്ലേ, അപ്പോൾ പിടഞ്ഞാണ് മരിക്കുന്നത് അല്ലേ, പിടഞ്ഞാണ് മരിക്കുന്നത്. അതുപോലെ എന്താണ്, മത്സ്യത്തെ പോലെ പിടഞ്ഞ് ധീരതയോടെ രാജ്യത്തിന് വേണ്ടി മരിക്കുക. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ലതാ തഥാ പേടോം സേ സിക്കോ സബ്കോ ഗലേ ലഗാന. മരത്തെ ചുറ്റിപ്പിടിച്ച് വളരുന്ന വള്ളിച്ചെടികളിൽ നിന്നും മറ്റുള്ളവരെ ആലിംഗനം ചെയ്യുവാൻ നിങ്ങൾ പഠിക്കുക. ഓക്കെ, മനസ്സിലായോ? ഫോളോ മനസ്സിലായല്ലോ? മനസ്സിലായോ? നെക്സ്റ്റ് അടുത്ത് നോക്കി, ദീപക് കെ കിരണോം സേ സിഖോ തംകോ ദൂർ ഭഗാന, ചന്ദ കെ കിരണോം സേ സിഖോ അമൃത രസ് ബർസാന. അപ്പോൾ എന്താ പറയുന്നത്? ദീപക് മീൻസ് ലാമ്പ്, വിളക്ക്. കിരണം മീൻസ് റേ, പ്രകാശം, വെളിച്ചം. ദീപക് കെ കിരണോം സേ സിഖോ തംകോ ദൂർ ഭഗാന. തം മീൻസ് ഡാർക്ക്നെസ്, ഇരുട്ട്. അപ്പോൾ 2 ലൈൻ എന്താ പറയുന്നത്? ദീപക് കെ കിരണോം സേ സിഖോ തംകോ ദൂർ ഭഗാന. വിളക്കിൻ്റെ ആ റേസ് അല്ലേ, ആ ഒരു പ്രകാശത്തെ കണ്ടുപഠിക്കുക. വിളക്കിൻ്റെ പ്രകാശത്തെ നിങ്ങൾ കണ്ടുപഠിക്കുക. അവ എന്ത് ചെയ്യുന്നുണ്ട്? തമക്കോ ദൂർ ഭഗാന, ഇരുട്ടിനെ അല്ലെ, ഡാർക്ക്നെസ്സിനെ അവ ദൂരെ അകറ്റുന്നു അല്ലേ. നമ്മൾ കറണ്ട് പോകുന്ന സമയത്ത് ഫുൾ ഇരുട്ടായിരിക്കും. അപ്പോൾ ആ ഇരുട്ടിനെ മറികടക്കുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? വിളക്ക് കത്തിച്ച് വയ്ക്കുന്നു അല്ലേ, വിളക്ക് കത്തിച്ച് വെക്കുന്നു, തിരി കത്തിച്ച് വെക്കുന്നു, അല്ലെങ്കിൽ ലാമ്പ് തെളിക്കുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ലാമ്പിൽ നിന്നും നിങ്ങൾ പഠിക്കുക. എന്ത് പഠിക്കണം? ഇരുട്ടിനെ ദൂരെ അകറ്റാൻ അല്ലേ, ഇരുട്ടിനെ ദൂരെ അകറ്റാൻ നിങ്ങൾ എന്ത് ചെയ്യുക? ലാമ്പിനെ കണ്ടുപഠിക്കുക, വിളക്കിൻ്റെ പ്രകാശത്തെ കണ്ടുപഠിക്കുക. നിങ്ങൾക്കൊരു വിഷമം വരുന്ന സമയത്ത് എന്ത് ചെയ്യുക? നിങ്ങൾ വിഷമിച്ച് മാറിയിരിക്കാതെ ആ വിഷമം എന്ന ഇരുട്ടിനെ നിങ്ങൾ എന്ത് ചെയ്യുക? വെളിച്ചം, നമ്മളുടെ ഒരു ഒരു ധീരത അല്ലെങ്കിൽ നമ്മുടെ ഒരു കോൺഫിഡൻസ് കൊണ്ട് നിങ്ങൾ ആ ഇരുട്ടെന്ന വിഷമത്തെ നിങ്ങൾ ദൂരെ അകറ്റുക. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്കൊരു വിഷമം വരുവാണെങ്കിൽ നിങ്ങളൊരു വിഷമിച്ച് മാറി മൂലയ്ക്ക് പോയിരിക്കാണ്ട് വിളക്കിൻ്റെ പ്രകാശം ഇരുട്ടിനെ ദൂരെ അകറ്റുന്നത് പോലെ നിങ്ങൾ വിഷമത്തെ നിങ്ങൾ പ്രകാശം പോലെ ഉയർത്തെഴുന്നേറ്റ് ദൂരെ അകറ്റുക. മനസ്സിലായോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കി, ചന്ദ കെ കിരണോം സേ സിഖോ അമൃത രസ് ബർസാന. ചന്ദ മീൻസ് എന്താ? മൂൺ, ചന്ദ്രൻ അല്ലെ, ചന്ദ കെ കിരണോം സേ സിഖോ, ചന്ദ്രന്റെ കിരണങ്ങൾ നോക്കുക അല്ലെ, അല്ലെങ്കിൽ ചന്ദ്രന്റെ കിരണങ്ങളിൽ നിന്നും പഠിക്കുക. അമൃത രസ് ബർസാന അല്ലെ, അമൃതം പോലെയാണ് അവ പ്രകാശം പൊഴിക്കുന്നത് അല്ലെ, പ്രകാശം പെയ്യിക്കുന്നത് അല്ലേ. നമ്മൾ രാത്രിയിൽ നിലാവെളിച്ചത്തിൽ നമ്മൾ ചന്ദ്രനെ നോക്കുമ്പോൾ എന്താ? നല്ല പ്രകാശമാണ് അല്ലേ. ആ ഇരുട്ടിനെ ആ പ്രകാശം അകറ്റിക്കളയുകയാണ് ചെയ്യുന്നത് അല്ലേ. ആ ചന്ദ്രൻ്റെ പ്രകാശം എന്ന് പറയുന്നത് അമൃത് പോലെയാണ്, അമൃത് ഒഴുകുന്നത് പോലെയാണ് അല്ലേ, തൂവെള്ളയാണ് അല്ലേ. ആ അമൃത് ഒഴുകുന്നത് പോലെയാണ് ചന്ദ്രൻ്റെ കിരണങ്ങൾ. അതുപോലെ ആവുക നിങ്ങൾ. ഓക്കെ, ആ അമൃത് പൊഴിയുന്നത് പോലെ നിങ്ങളും ആ ഒരു സന്തോഷം നിങ്ങൾ ഒഴുക്കുക. മനസ്സിലായോ? അപ്പോൾ എത്ര ലൈൻസ് ആണോ ഉള്ളത് അവിടെ? 12 ലൈൻസ് ആണ് അവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ അത്രയും മനസ്സിലായോ? 12 വരി മനസ്സിലായോ? അപ്പോൾ ലാസ്റ്റത്തെ വരി എന്തായിരുന്നു? വിളക്കിൻ്റെ കിരണങ്ങളെ കണ്ടു പഠിക്കുക, പ്രകാശത്തെ നിങ്ങൾ ദൂരെ അകറ്റുക. ഇതാണ് പറയുന്നത്. പിന്നെ ചന്ദ്രൻ്റെ കിരണങ്ങളെ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക? അമൃത് പൊഴിക്കുക അല്ലേ, അമൃത് പൊഴിക്കുക. അപ്പം അത്രയും മനസ്സിലായോ? സിഖോ മീൻസ് പഠിക്കുക. ഓക്കെ, അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് പറഞ്ഞു തരാം. എന്താ? ഫൂലോം സേ നിത് ഹംസാന സിഖോ, ഭൈരോം സേ നിത് ഗാന, തരുക്കി ചുക്കി ടാലിയോം സേ നിത് സിഖോ, ശീഷ് ചുകാന. പൂക്കളെ പോലെ എപ്പോഴും ചിരിക്കുവാൻ പഠിക്കുക. തേനീച്ചകളെ പോലെ പാടുക. പിന്നെ മരത്തിൻ്റെ ശിഖരങ്ങളെ കണ്ടുപഠിക്കുക. അല്ലെങ്കിൽ മരത്തിൻ്റെ ശിഖരങ്ങളോടൊപ്പം നിങ്ങൾ തല കുമ്പിടുവാൻ പഠിക്കുക. അടുത്തത്, मछली से सीखो देश के लिए तड़प तड़प कर मरना, लदा तथा पेड़ों से सीखो सबको गले लगाना.
അപ്പോൾ മത്സ്യത്തിൽ നിന്നും പഠിക്കുക, എന്ത് ദേശത്തിന് വേണ്ടി പിടഞ്ഞു മരിക്കുവാൻ, അല്ലേ? മത്സ്യങ്ങൾ പിടഞ്ഞു മരിക്കുന്നത് പോലെ ദേശത്തിന് വേണ്ടി പിടഞ്ഞു മരിക്കുവാൻ പഠിക്കുക, മത്സ്യങ്ങളെ പോലെ പഠിക്കുക. ലതാ തഥാ പേടോം സെ സിഖോ സബ്കോ ഗലേ ലഗാന, എല്ലാവരെയും ആലിംഗനം ചെയ്യുവാൻ മരത്തെ ചുറ്റിപ്പിടിച്ച് വളരുന്ന വള്ളിച്ചിരികളെ കണ്ട് പഠിക്കുക. दीपक के किरणों से सीखो तम को दूर भगाना, चांद के किरणों से सीखो अमृत रस बरसाना. എന്താ? വിളക്കിൻ്റെ കിരണങ്ങളെ കണ്ട് പഠിക്കുക, എന്ത്? ഇരുട്ടിനെ നിങ്ങൾ ദൂരെ അകറ്റുക. ചന്ദ്രൻ്റെ കിരണങ്ങളെ കാണുക, അമൃത് പൊഴിയുന്നത് പോലെ നിങ്ങൾ അമൃത് പൊഴിക്കുക. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ? നല്ല കവിതയാണ് അല്ലേ? അപ്പോൾ ഈ കവിത എന്ത് ചെയ്യുക? നിങ്ങൾ വായിക്കുന്നത് ഓഡിയോ ആക്കിയിട്ട് നിങ്ങൾ ട്യൂണിട്ട് പാടുക, ട്യൂണിട്ട് നിങ്ങൾ ഈ ഒരു കവിത നിങ്ങൾ വായിക്കുക. ട്യൂണിട്ട് വേണം നിങ്ങൾ ഈ കവിത വായിച്ച് ഓഡിയോ ആയിട്ട് അയച്ചു തരാം. ഓക്കെ, അതുപോലെ ഓരോ മീനിങ്സും 5 ടൈംസ് വീതം എഴുതി പഠിക്കുക. 5 ടൈംസ് വീതം എഴുതിയും കൂടെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ സിഖോ മീൻസ് ലേൺ ആണ്, ലേൺ പഠിക്കുക, ലേൺ. ദെൻ ഫൂൾ ഫ്ലവർ പൂവ്. നീഡ് ഓൾവൈസ് എപ്പോഴും. ഹംസന ടു ലാഫ് ചിരിക്കുക. ഭൈര ബംബ്ലി ബി തേനീച്ചകൾ. ഠാലിയ ബ്രാഞ്ചസ് ശിഖരങ്ങൾ. മछली ഫിഷ് മീൻ മത്സ്യം. ദേശ് കൺട്രി രാജ്യം. മർണ ഡൈ മരിക്കുക. ലത ക്രീപ്പർ വള്ളിച്ചിരി. പേഡ് ട്രീ മരം. സബ് ഓൾ എല്ലാവരും. ദീപക് ലാമ്പ് അല്ലെ വിളക്ക്. കിരൺ റേ എന്താ പ്രകാശം. തം ഡാർക്ക്നെസ് ഇരുട്ട്. ചന്ദ മൂൺ ചന്ദ്രൻ. ഓക്കെ, മനസ്സിലായല്ലോ? മീനിങ്സ് മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ നല്ലപോലെ വായിക്കുക. എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.